മൃദുലയുടെ അച്ഛൻ മരിച്ച വേദനയിൽ തന്നെയാണ് മൃദുലയും പ്രവീണും മൃദുലയുടെ കുടുംബവും ഒക്കെ. ഇതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് പ്രവീണിന്റെ കാര്യം തന്നെയാണ്. കാരണം മൃദുലയുടെ ആ ഒരു വിഷമം മനസ്സിലാക്കി എല്ലാ കാര്യത്തിലും മുന്നിൽ തന്നെയാണ് ഇപ്പോൾ പ്രവീൺ. മരണാനന്തര ചടങ്ങിന് വന്നവരൊക്കെ പറയുന്നത് ഇങ്ങനെ ഒരു മരുമകനെ കിട്ടാൻ ആ കുടുംബം തീർച്ചയായും ഭാഗ്യം ചെയ്തിരിക്കണം എന്ന് തന്നെയാണ്. കാരണം ഒരു മകൻ ചെയ്യുന്ന എല്ലാ കർത്തവ്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. കാരണം അച്ഛന്റെ വിയോഗത്തിന്റെ ദുഃഖത്തിന്റെ ഇടയിൽ തന്നെ മൃദുലയ്ക്ക് കുഞ്ഞിനെയും നോക്കേണ്ടതുണ്ട്. ഇതിനിടയിൽ കുറച്ചെങ്കിലും ആശ്വാസം എന്ന് പറയേണ്ടത് പ്രവീണും പ്രവീണിന്റെ വീട്ടുകാരും തന്നെയാണ്. പ്രണവ് കൊച്ചും സോഷ്യൽ മീഡിയയിൽ മൃദുലയുടെ അച്ഛന് അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കാരണം എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുമ്പോൾ അദ്ദേഹം നല്ല രീതിയിലാണ് ഞങ്ങളോടൊക്കെ പെരുമാറിയത്. പിന്നെ പ്രശ്നമുള്ളത് പ്രവീണുമായിട്ട് മാത്രമായിരുന്നു. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ വൈരാഗ്യവും പിണക്കവും ഒക്കെ മാറ്റി നിർത്തി പ്രവീണിന്റെ വീട്ടുകാരും അവിടെ എത്തിയത്. അവസാനം നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഹൃദയാഘാതം മൂലം അന്തരിച്ചു എന്ന വാർത്ത കേട്ട ഉടനെ തന്നെ പ്രണവും വീട്ടുകാരും അവിടെ എത്തിയിരുന്നു. കാരണം ഈ അടുത്തിടെ പോലും ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിഞ്ഞവരാണ് പ്രവീണും പ്രണവും. തുടർന്നുണ്ടായ പ്രശ്നത്തെ തുടർന്നാണ് പ്രവീൺ വീട് വിട്ട് ഇറങ്ങിയതും പിന്നീട് മൃദുലയുടെ അച്ഛനൊപ്പം താമസിക്കുന്നതും. അച്ഛനാവട്ടെ മൃദുലയുടെ കുഞ്ഞിനെ കൊഞ്ചിച്ച് ആശ തീർന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും മകളുടെ കുഞ്ഞിനൊപ്പം തന്നെ കളിയും ചിരിയും ഒക്കെ ആയിരുന്നു. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു വിയോഗം സംഭവിച്ചത്. ആ കുടുംബത്തിനൊപ്പം എല്ലാം താങ്ങായി നിൽക്കുന്നത് പ്രവീൺ മാത്രം തന്നെയാണ്. എന്തായാലും ഇങ്ങനെ ഒരു വ്യക്തിയെ കിട്ടിയത് ആ കുടുംബത്തിന്റെ ഭാഗ്യം എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിലും കമന്റായി പലരും കുറിക്കുന്നത്.